വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. സീരിയലിൽ ലേഡി സൂപ്പർ സ്റ്റാർ റബേക്ക എന്ന് ഞാൻ പറഞ്ഞാൽ ഡിപ്ലോമസി നോക്കണം കേട്ടോ. റബേക്ക സന്തോഷം ലേഡി സൂപ്പർ സ്റ്റാർ ഇപ്പം പുറത്തു. നിങ്ങൾ തമ്മിലൊരു പരിചയമുണ്ട്. ആ കഥ എനിക്കറിയാം. പറയാൻ കൊള്ളുന്നൊരു പരിചയമല്ല അതൊക്കെ. 7 നായികമാരിൽ ഇതിന് ഇഷ്ടമുള്ള നായിക ആര്? ഞാൻ ഇവിടെ വരെ ഓർത്തു, പക്ഷെ ഇവിടെ പറയില്ല. അർജുനും പൂജയും മിണ്ടിയോ നിങ്ങളുടെ അല്ല അടി ഏതൊക്കെ മാറി നിങ്ങളുടെ താഴെ ഒരാള് മേലെ ഒരാള് നിങ്ങളുടെ എഗ്രിമെന്റ് അപ്പൊ നിങ്ങളിപ്പോ ഒരുമിച്ചോ? ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ. നിങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്തു എന്നുള്ള ഒരു കഥ ജീവിതത്തിൽ സീരിയലും പരിചയപ്പെടുത്താൻ പോലുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അതാണ് കുറ്റപ്പെടുത്തൽ. കാരണം പറയാം, നമ്മള് സ്റ്റേജിലാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടാണ് സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതും ഒപ്പന ആരൊക്കെ അറിയാം. ഇതിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യും. അടുത്തത് പോകുമ്പോ ഈ സ്റ്റെപ്പ് ഒരാൾക്ക് അറിയാമെങ്കിൽ അതിനെ ഫോളോ ചെയ്ത്, അതായത് ഈ മറ്റേ തള്ളക്കോഴി പോകുന്നതിന്റെ പുറകെ ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ ബാക്കിലിരിക്കുന്ന ആരാണെന്ന് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നടുക്ക് ഞാൻ ഇരിക്കുന്നത് പോലും ആരാന്ന് പോലും അറിയുന്നില്ല. റീസെന്റ് ഒരു ഹരിതയുടെ കല്യാണത്തിന്റെ തലേന്ന് ഞാൻ പറഞ്ഞു നാളെ രാവിലെ എനിക്ക് പോകണം. നീ എവിടെ പോവാ? ഞാൻ പറഞ്ഞു ഹരിതയുടെ കല്യാണം. ഹരിതയുടെ കല്യാണോ? ഏട്ടൻ അറിഞ്ഞില്ലേ? അതിന്റെ ഇടയിൽ കൂടെ ഞാൻ അവിടെ മെസ്സേജ് അയക്കാം, ഹരിതേ അപ്പൊ ഏട്ടൻ ഈ ഹരിതോട് വല്ലതും പറഞ്ഞ ഞങ്ങൾക്ക് കണ്ണുകൾ കൊണ്ട് ഉത്തരങ്ങൾ കൈമാറാൻ അറിയാവുന്നത്. മൂന്നാമത്തെ റബേക്കയില് ഇഷ്ടമില്ലാത്ത സ്വഭാവം അവർക്ക് കുളിക്കുന്ന ഇഷ്ടമല്ലെന്നാണ് കാണിച്ചത്. ഈ കുട്ടി പറഞ്ഞാണ് അടി. എന്റെ ബുക്കിലെ സ്ഥലം ക്യാഷ് ചെലവാക്കാൻ മടിയുള്ളത്. അവർക്ക് ഇഷ്ടം പോലെ കൊലാബുണ്ട്, എനിക്ക് കൊലാബില്ല. ഇതൊക്കെ കഴിവും ഭംഗിയുള്ളവർക്ക് മാത്രമേ വരും. അങ്ങനെ ഞാൻ പറയും, അത് ഞാൻ യോജിക്കുന്നതല്ല. ഇത് നോക്കിട്ടേ ഇന്നത്തെ എപ്പിസോഡില് എന്റെ കൂടെ ഉള്ളത് നിങ്ങൾ ആക്ച്വലി ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള 2 പേരാണ്, റബേക്ക നിതിൻ. അതെ, വേണമെങ്കിൽ കമന്റ് ബോക്സ് കാണിച്ചു നിതിന്. പക്ഷേ അർജുന പൂജനെ വിളിക്കുന്നത് ഇതെങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിന് മുമ്പത്തെ ഇന്റർവ്യൂ എടുത്ത് കണ്ടാ നിങ്ങൾക്ക് എങ്ങനെ ഇത്രത്തോളം ഫാൻസ് വന്നു എന്ന് പറയും. എന്താ തോന്നണേ? ഒന്നും തോന്നല്ലേ എനിക്ക്. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നു, അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും എനിക്ക് പ്രത്യേകിച്ച് ഫാൻസ് ഒന്നുമില്ല. അപ്പൊ ഇവിടെ വിചാരിച്ചു ഇനിയിപ്പോ എനിക്ക് ഫാൻസ് ഒന്നും ഇല്ലാത്തോണ്ട് കുറച്ച് ഫാൻസ് കൊടുക്കാന്ന്. അല്ലെ, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കുറച്ച് ഡിവൈഡ് ചെയ്ത് ഇവരുടെ ഫാൻസിനോടൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞു പാവം പയ്യനാണ്. ഞാനൊന്നും ചോദിച്ചില്ല. ഓക്കെ, എന്താണ് ഇപ്പൊ കളിവീടിന്റെ ഒരു അപ്ഡേറ്റ്സ്? എന്താണ് അർജുനും പൂജയും മിണ്ടിയോ നിങ്ങളുടെ പണ്ടുമുണ്ടായിരുന്നു? അങ്ങനെയല്ല, അടി ഏതൊക്കെ മാറി നിങ്ങളുടെ താഴെ ഒരാള് മേലെ ഒരാള് നിങ്ങളുടെ എഗ്രിമെന്റ്. കാലം കുറേ 600 എപ്പിസോഡ് അപ്പൊ നിങ്ങളിപ്പോ ഒരുമിച്ചോ? ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ. ഞാൻ കാണാനുള്ള ബിസി ലൈഫാണ്. ഞങ്ങൾക്ക് തീരെ പണിയില്ലാത്തത്. ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങള് കഥ പറയണം, ഞങ്ങളെ തന്നെ പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെ പിന്നെ നിങ്ങളെ പറ്റി എന്താണ് ഇപ്പൊ അപ്ഡേഷൻസ്? എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളുടെ സീരിയലിലെ അപ്ഡേറ്റ്സ് ഒന്നും ഞങ്ങള് പൊതുവെ കൊടുക്കാറില്ല. ഓക്കെ, പക്ഷെ നിങ്ങളെ പറ്റി കുറച്ചുകൂടി ആധികാരികമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കണ്ട സീല് നമ്മുടെ ആൾക്കാർക്ക് അറിയണം. ഓക്കെ, അപ്പൊ പറ, നിങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്തു എന്നുള്ള ഒരു കഥ. ജീവിതത്തിൽ ഇതിലും എന്താ പറയാ സീരിയലിലും ജീവിതത്തിൽ മീറ്റ് ചെയ്തത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓർമ്മിക്കാറുണ്ട്. അതിനേക്കാൾ മുമ്പ് മറ്റേ തിരുവില് വളവില് മൈൻഡ് ചെയ്യേണ്ടിരുന്ന കഥ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി, അതായത് ബാക്ക് ഇൻ 2017 or 18, അപ്പൊ ആ സമയത്ത് നീലക്കുയിലും ബസ്സുരുവാനും ഞങ്ങൾ വേറെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനും ശ്രീറാമും ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് ആഡൊക്കെ ചെയ്യുന്നുണ്ട്. ഐ മീൻ, അവൻ അരമണിക്കൂർ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അരമണിക്കൂർ. ഒരുമിച്ചല്ല, ഒരു ദിവസത്തിന്റെ പകുതി ദിവസം ശ്രീറാമേട്ടൻ. അപ്പൊ ഞങ്ങള് എപ്പോഴും കാണാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അല്ല, ഞങ്ങൾ ഹോട്ടലിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഒരുമിച്ച് നിൽക്കാറുണ്ട്. അപ്പൊ ഇവനെ കണ്ടപ്പോഴേക്കും എന്റെ ഷൂട്ട് മുകളിൽ നടക്കുന്നു. അപ്പൊ ഞാൻ ബൈക്കുമായിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഇവനും ശ്രീറാമും ഇവളും കൂടെ അവരുടെ കാറിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. കുറെ ബൈക്ക് സ്റ്റണ്ടും ഒക്കെ വെച്ചിട്ട് എന്തോ ചെയ്തോണ്ടിരിക്കുക. ചിത്രാഞ്ജലി സ്റ്റുഡിയോ വന്നിട്ടുണ്ട് അറിയാം, കയറി വരുമ്പോഴേക്കും. അപ്പം ഞാൻ അവിടെ ഷൂട്ട് നടക്കുന്നിടത്ത് ഷൂട്ടിന്റെ ഇടയിൽ ബൈക്കും എടുത്ത് ഷോട്ടിനിടയിൽ ഷോട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ അവനെ കണ്ടു മിണ്ടി. സാധാരണ ആരാണെങ്കിലും പുറത്തിറങ്ങി നിന്ന് വരെയെങ്കിലും മിണ്ടില്ലേ? അല്ല, സീരിയസ്ലി എനിക്ക് അറിയില്ല. ആൾക്കാരോട് ഇങ്ങനെ മിണ്ടണം, അങ്ങനെ ആൾക്കാരോട് എങ്ങനെ മിണ്ടണം എന്നല്ല.
നിതിൻ എനിക്ക് അറിയാം, മീൻസ് ലൈക്ക് നിതിനാണ് എന്നറിയാം, ലൈക്ക് ഞങ്ങൾക്ക് പേഴ്സണലി ആളറിയില്ല. അല്ലെങ്കിൽ ലൈക്ക് എന്താ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ ശ്രീറാമേട്ടൻ പരിചയപ്പെടുത്ത് നിതിൻ അല്ല കുറ്റപ്പെടുത്തല്ല, ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല എന്നാണ്. അതാണ് കുറ്റപ്പെടുത്തൽ, അതാണ് കുറ്റപ്പെടുത്തൽ. ശ്രീറാമേട്ടനല്ല തന്നെ പരിചയപ്പെടുത്താനുള്ള ക്വാളിറ്റി പോലും അത് കേൾക്കുക, അതോടെ പറഞ്ഞത് അതാണ് കുറ്റപ്പെടുത്തത്. ആലോചിക്കേ, അപ്പൊ അവിടെ ഒരു പൊസസീവ്നെസ് വർക്ക് ചെയ്തില്ലേ, എന്റെ നായികയെ വേറൊരുത്തൻ കണ്ട് പരിചയപ്പെടേണ്ടത് ഇല്ലേ? അതാണ് എനിക്ക് പരിചയമില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കണം, എന്നാ പിന്നെ ഇങ്ങനെ എന്നോട് ഒന്ന് പരിചയപ്പെട്ട പോരായിരുന്നു, ഇങ്ങനെയും ഒന്നും പരിചയപ്പെട്ടില്ല. അപ്പൊ ഞാൻ ആക്ച്വലി വേറെ എന്തോ തിരക്കിലായിരുന്നു. അതാ പറഞ്ഞത്, ഭയങ്കര എന്തോ കാര്യം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അതിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഒരു പ്രൊമോ ഷൂട്ടാണ്, ഏഷ്യാനെറ്റിന്റെ പ്രൊമോ ഷൂട്ടിന് വേണ്ടിട്ട്. അതെ, ഞങ്ങൾ രണ്ടുപേരും കോഫി കുടിച്ചോണ്ടിരിക്കണം. അപ്പൊ ഇതിന് വരുന്നു. അങ്ങനെ അപ്പോഴാണ് ശരിക്കും പരിചയപ്പെട്ടത്. പിന്നെ നമ്മളെന്തോ ദഫ്മുട്ടും നീ അത് കോമഡി അല്ല, ഒപ്പന. ഏഷ്യാനെറ്റിന്റെ ടെലിവിഷൻ അവാർഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ആക്ച്വലി ഓർക്കുന്നേ ഇല്ല. എനിക്ക് വേറെ ഹോട്ടലിലായിരുന്നു, ഇവർക്ക് വേറെ ഹോട്ടലായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ ഒപ്പനയ്ക്ക് മണവാട്ടിയായിട്ട് മാത്രം. അപ്പൊ എനിക്ക് അങ്ങനെ വന്നിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് വേറെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. സോ ഞാൻ വേറെ ഹോട്ടലിൽ റിഹേഴ്സൽ ആയിരുന്നു. അപ്പൊ അവിടുത്തെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെയാ. സോ അപ്പൊ മാത്രം കുറച്ചു നേരം വരും, കാരണം വെറുതെ ഒപ്പനയ്ക്ക് മണവാട്ടിയായിട്ടിരിക്കാൻ പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്ത 2 സ്റ്റെപ്പും കണ്ട് എന്റെ ഇടയ്ക്ക് ഇടണമായിരുന്നു. അപ്പൊ ആ സ്റ്റെപ്പിന്റെ ടൈമിങ് എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി മാത്രം ലാസ്റ്റ് ഡേ വന്നതേ ഉള്ളൂ. അപ്പൊ ഇവരൊന്നും ഉള്ളതൊന്നും എനിക്ക് അറിയത്തേ ഇല്ല. ഇവിടെ അവിടെ ഇരിക്കുന്നതിന് ഞാനൊന്നും അറിയാം, കാരണം എന്താ, നമ്മൾ സ്റ്റേജിലാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടാണ് സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതും ഒപ്പന. ആരൊക്കെ അറിയോ? ഞാന്, സാജൻ ചേട്ടൻ, രാജേഷ് ചേട്ടന്, വേറെ ആരുണ്ടൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ ഒരു മറ്റേ ഇതിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യും, അടുത്തത് പോകുമ്പോ ഈ സ്റ്റെപ്പ് റൈറ്റിലേക്ക്. അപ്പൊ നമ്മൾ അന്നേരമാണ് പറഞ്ഞു റൈറ്റിലേക്ക്, എന്തൊക്കെ വന്നാലും റൈറ്റിലേക്ക്. 5 ഇവിടെ. അത് 2 ദിവസം കൊണ്ട് ഇവരെല്ലാരും കൂടെ പഠിച്ചെടുത്തതാ. കാരണം അതില് ഉണ്ടായിരുന്ന എല്ലാവർക്കും വേറെ വേറെ ഇവന്റ് ഉണ്ടായിരുന്നു. സോ ലൈക്ക് അപ്പൊ അവര് അതും കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇതും കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നുമില്ല. അപ്പൊ ഇവിടെയും സെപ്പറേറ്റ് ഡാൻസ് ഉണ്ടായിരുന്നു, എന്റെയും എന്റെ 2 ഹീറോയിൻസിന്റെ കൂടുതലുള്ള ഡാൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് മറ്റേത് നമുക്ക് ഭയങ്കര വെപ്രാളമാണ്, എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങള് ഒരാൾക്ക് അറിയാമെങ്കിൽ അതിനെ ഫോളോ ചെയ്ത്, അതായത് ഈ മറ്റേ തള്ളക്കോഴി പോകുന്നതിന്റെ പുറകെ ഇങ്ങനെ പോകും. അപ്പൊ നമ്മള് ബാക്കിലിരിക്കുന്ന ആരാണെന്ന് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നടുക്ക് ഞാൻ ഇരിക്കുന്നത് പോലും ശ്രദ്ധിക്കുന്നില്ല, ആരാന്ന് പോലും അറിയുന്നില്ല. അപ്പൊ എന്റെ ഓർമ്മയിലേ ഇല്ല, കാരണം ഞാൻ ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വെപ്രാളം ഞങ്ങൾക്ക് പോകണം, തിരിച്ചു പോകണം, എങ്ങനെങ്കിലും ഹോട്ടലെത്തി കിടന്നാൽ മതി ഉണ്ടാവുള്ളൂ. ഈ റീസെന്റ് ഒരു ഹരിതയുടെ കല്യാണം കഴിഞ്ഞാൽ പോയിണ്ടായിരുന്ന, എങ്ങനെ ഉണ്ടായിരുന്നു? 2 കോഴിക്കോട് വരെ എന്നിട്ട് തൃശ്ശൂരുകാർ ഇരുന്നിട്ട് സംസാരിക്കുന്നു. ആര് കോഴിക്കോട് കോയാക്ക എന്നൊക്കെ പറയുന്നുണ്ട്. ഹരിതയുടെ കല്യാണം ഹരിത ഭയങ്കര വിഷമത്തിലായിരുന്നു അല്ലേ, ചേട്ടൻ വരാത്തയില്. അത് ഭയങ്കര കോമഡി. എന്താ അതിവിടെ പറഞ്ഞ അവളെന്നെ തൂക്കിക്കൊല്ലുന്നോ ഒന്നുമില്ല. അവള് കല്യാണം ഉറപ്പിച്ച സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന ദിവസമാണ് നീ ഒരു കാരണവശാലും ഷൂട്ട് പോവാൻ സമ്മതിക്കരുത്, ഐ മീൻ ലൈക്ക് വരണം, എന്തായാലും വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ എനിക്ക് അവളുടെ പരിപാടികൾ ഇന്നതാണ് എല്ലാം എനിക്ക് A to Z എനിക്കറിയാം. അപ്പൊ അവള് വിചാരിച്ചത് ഓക്കെ എന്നെ വിളിച്ച എന്റെ കൂട്ടത്തില് ഏട്ടനെ വിളിച്ചിട്ട് വെച്ചാൽ നമുക്ക് കല്യാണ സമയം കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എന്നോട് അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ ആക്ച്വലി ഷൂട്ടും കാര്യങ്ങളും തിരക്കായിട്ട് പുള്ളി മറന്നുപോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് അവളുടെ കല്യാണമായി കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ തലേന്ന് ഞാൻ പറഞ്ഞു, നാളെ ഇനി രാവിലെ എഴുന്നേറ്റ് പോണം. ഏട്ടനോട് രാത്രി ഫോൺ വിളിച്ചപ്പോഴാണ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് കോട്ടയത്തേക്ക് കല്യാണത്തിന് പോകുന്നത്. അപ്പൊ ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റ് പോകണം, ട്രെയിനിന് പോണോ കാറിന് പോണോ എന്ന് ആലോചിക്കാം. നീ എവിടെ പോവാ? ഞാൻ കോട്ടയത്ത് പരിപാടി. ഞാൻ പറഞ്ഞു ഹരിതയുടെ കല്യാണം. ഹരിതയുടെ കല്യാണോ ഏട്ടൻ? ഏട്ടൻ അറിഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതാണല്ലോ ഏട്ടാ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ആലോചിക്കുക, ഞാൻ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് റിവൈൻഡ് അടിച്ച് ആലോചിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഏട്ടന് ഓർമ്മയില്ല, പറഞ്ഞതേ ഏട്ടന് ഓർമ്മയില്ല. പക്ഷെ എന്നാലും അവൾ എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അയ്യോ ഞാൻ വേഗം എന്നിട്ട് എന്താ പറയാ, ഏട്ടൻ കോളിലിരിക്കുകയാണ്, സാരല്ല അവള് വിട്ടുപോയതായിരിക്കും. അപ്പൊ എന്നാലും പുള്ളിക്ക് പക്ഷെ ഷൂട്ട് നടക്കുവാണ്. അപ്പൊ എന്നാലും എനിക്ക് വരാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാണ് പുള്ളി. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ അവിടെ നിന്ന് മെസ്സേജ് അയക്കാം, ഹരിതേ നീ എന്നെ വിളിച്ചില്ലേ, വേഗം വിളിക്കുക.
അപ്പൊ അപ്പോഴാണ് അവൾ ആലോചിക്കുന്നത്. അപ്പൊ അവളുടെ ഒരു 4-5 ഓഡിയോ മെസ്സേജ് എനിക്ക്. അപ്പൊ എനിക്കും വല്ലത് കേൾക്കാൻ പറ്റും, ഏട്ടൻ കോളിലിരിക്കുമല്ലേ. അപ്പൊ ഞാനാണേലോ തിരിച്ച് ഒന്നും റിപ്ലൈയും കൊടുത്തില്ല. അപ്പൊ അവൾക്ക് പേടി, ഇനി എനിക്ക് എന്തെങ്കിലും വിഷമായോ എന്ന് വിചാരിച്ചിട്ട് അവളെന്ത് ചെയ്തു, ഞാൻ ഏട്ടൻ്റെ കോളിരിക്കുമ്പോ തന്നെ അവൾ അവിടുന്ന് വിളിച്ചു. അപ്പൊ ഏട്ടന്റെ നമ്പർ ബിസി. അപ്പൊ ഏട്ടൻ, നീ ഹരിതോട് വല്ലതും പറഞ്ഞ? ഞാനോ? ഞാൻ എന്താ പറയാ, സത്യം പറയണേ. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചോളെ. ഈശ്വരാ. എന്നിട്ട് അവള് കടന്ന് വിളിയത് രാത്രി കല്യാണത്തിന് തലേന്ന്. പറഞ്ഞു, ഏട്ടാ ഞാൻ മറന്നു ഏട്ടാന്ന് പറഞ്ഞിട്ട്. ഞാൻ പുള്ളിക്ക് ആക്ച്വലി എന്തായാലും വരാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. കല്യാണം പോയി, അടിപൊളിയായി. കാരണം എനിക്ക് പിന്നെ പിറ്റേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം റിസപ്ഷന് പോകാൻ പറ്റില്ല, കല്യാണത്തിന് പോയിട്ട് കല്യാണം കാണാനും. ഞാൻ സാക്രിഫൈസ് ചെയ്തു. ഞാൻ അവിടെ കോടതിയിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവള് പോയി. അതുകൊണ്ട് അല്ലെ വിടില്ലായിരുന്നു. പിന്നെ ഞാൻ 2 മാസം മുന്നേ പറഞ്ഞതാണ്, എന്താണ് നവംബർ 9-ാം തീയതി അവളുടെ കല്യാണമാണ്, എനിക്ക് പോണം. ഓ, എന്നെ ഒറ്റയ്ക്ക് പഠിക്ക് കിട്ടുമെന്ന് ഇതിനിടെ പറഞ്ഞപ്പോഴാണ് നമ്മളെല്ലാരും കല്യാണം വിളിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഇയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇയാളെ പോയില്ല അല്ലെ, ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയില്ല. അതോ അതിന്റെ തലേദിവസം നമ്മൾ അവിടെ വെച്ച് ഹോട്ടലിൽ വെച്ചിട്ട് ഞങ്ങൾ കണ്ടിരുന്നു. അന്നേരം ഈ പറഞ്ഞ വേണ്ട എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞു. മനസ്സിലാവും, ബിസി ആയിട്ടല്ല, നമുക്ക് വേണ്ടി ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ സീറ്റിൽ തുടങ്ങിയ പിന്നെ ഐ മീൻ ക്ലോസ് ടു 750 എപ്പിസോഡ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഷൂട്ട് നിന്ന് പോരുന്ന ഡേറ്റ് നമ്മളായിട്ടൊരു ചേഞ്ച് വരുത്തണം നമ്മൾ ഒരിക്കലും വാശി പിടിച്ചു. ആക്ച്വലി നിതിന്റെ വൈഫായിട്ട് റബേക്ക ആക്ച്വലി നല്ല ഫ്രണ്ട്സ് ആണ്, നമുക്ക് അറിയാൻ മുൻകൂടി. അപ്പൊ എങ്ങനെയാണ് ആ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആളായിട്ടുള്ളത്? എന്നാലും ആദ്യം നിങ്ങൾ തമ്മിലൊരു ഇതുണ്ടാവില്ലേ, ആൾക്ക് എന്തെങ്കിലും അയ്യോ എന്റെ ഹസ്ബൻഡ് ആളായിട്ടാണല്ലോ ഇങ്ങനെ റൊമാൻസ് സീനൊക്കെ, അപ്പൊ എനിക്ക് ഭയങ്കര വിഷമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഒന്നാമത്തെ നമ്മളെപ്പോഴും ഒരു സീരിയൽ ഓടണമെന്നുണ്ടെങ്കിൽ ഹീറോ നിന്നിട്ട് വലിയ ഡയലോഗ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. അത് അഭിനയിക്കുന്ന ആൾക്കാർ ആരാണോ, റൊമാൻസ് അല്ല, എന്റെ ആരാണോ അഭിനയിക്കുന്നത് അവര് ത്രൂ ആയി ആ സീരിയൽ ഓടുള്ളൂ. ഐ മീൻ ഫീമെയിലാണ്, ടോക്കിംഗ് അബൌട്ട് ഫീമെയിൽ ലീഡ്. അപ്പൊ ഇങ്ങനെ ഇവളാണെന്ന് പറയുമ്പോഴേക്കും ആദ്യമേ അവളാണ് എന്നോട് പറഞ്ഞത്, ഓക്കെ അപ്പം പിന്നെ ഒന്നും നോക്കണ്ടായിരുന്നു, എന്തായാലും ഇവള് പോയി ഒരു പട്ടത്തിലെത്തി ചാടില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, സീരിയലില് സൂപ്പർ എന്താ പറയാ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ റബേക്ക എന്ന് ഞാൻ പറഞ്ഞാൽ നിതിൻ സമ്മതിക്കുമോ? ഇല്ല, ആ കാര്യം ടു ബി ഫ്രാങ്ക്, ലേഡി സൂപ്പർ സ്റ്റാർ അങ്ങനെ ഒരു സാധനം ഒന്നും ഞാൻ അവൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വേറെ ഒന്നല്ല, അവൾ അവളുടെ പ്രൊഫഷനെ അവൾ അത്രത്തോളം സ്നേഹിക്കുന്ന കാര്യം എനിക്കറിയാം. ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ പട്ടമൊക്കെ കൊടുത്ത് അവളെ വേറെ ലെവലാക്കി വെച്ചത് അവൾ ഉള്ള അഭിനയവും ഉള്ള താല്പര്യവും കുറയ്ക്കുന്നതിനോട്. നല്ല മികച്ച ആക്ടറാണ്. ആക്ച്വലി ഞങ്ങൾ തമ്മിലൊരു പരിചയമുണ്ട്, ആ കഥ എനിക്കറിയാം, വേണ്ടണ്ട പുറത്തു പറയാൻ കൊള്ളുന്ന ഒരു പരിചയമല്ല അതൊക്കെ. ഞങ്ങൾ ആക്ച്വലി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എത്രയോ ദിവസം, എത്രയോ മാസം നീണ്ടുപോയൊരു സിനിമ, പക്ഷെ അത് ഇറങ്ങിയില്ല. അത് ഇറങ്ങാത്തതിന് നല്ലത്, അല്ലാതെ നന്നായെന്നല്ലേ നാളുകളോളം അവിടെ കിടന്ന്. അല്ല, എന്നോട് മാത്രം ഇത് തിരിച്ചും ചോദിക്കുക, കൂട്ടത്തെ അഭിനയിച്ച നായകന്മാരിൽ ആരാണ് കൂട്ടത്തിൽ അഭിനയിച്ച നായകന്മാരിൽ ആരാണ് ഇപ്പൊ ഡിപ്ലോമസി നോക്കണം കേട്ടോ. റബേക്ക സന്തോഷം എന്ന ലേഡി സൂപ്പർ സ്റ്റാർ ഇപ്പം പുറത്തു വരും. ഡിപ്ലോമസി ആരാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ? ഡിപ്ലോമസി അല്ലെങ്കിൽ അവളോട് ചോദിച്ചു, ഇയാളോട് അഭിനയിച്ച ഞാൻ എന്നോട് ചോദിച്ചേ, ഇയാളോട് ചോദിക്കുന്നത് പുള്ളിയോട് ചോദിക്കും, പുള്ളി എത്ര സീരിയൽ 1 2 3 4 4 സീരിയലില് എല്ലാ സീരിയലിലും ഉണ്ടാകുന്ന 2 നായികമാരെ ഇതിൽ മാത്രമേ ഉള്ളൂ 2 നായിക ഇല്ലാത്ത. അതെ, ഇതില് അപ്പൊ 2 2 6 7 നായികമാരിൽ ഇഷ്ടമുള്ള നായിക ആര്? ഞാൻ ഇവിടെ വരെ പറഞ്ഞു, ഞാൻ എത്ര പ്രാവശ്യം ഓപ്പൺ ആയിട്ട് തുറന്നിട്ടുണ്ടോ, പക്ഷെ ഇവള് പറയില്ല. അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആൾക്ക് കുറെ ഫേവറേറ്റ്സ് ഉണ്ട്, അത് ശരി. അങ്ങനൊന്നുമല്ല, അല്ലാത്ത സമയത്ത് ഓഫ് സ്ക്രീനിൽ ഇത് പറയും ആരാണെന്നുള്ള കാര്യം എന്നോട് പറയും. ഓൺ സ്ക്രീനിൽ വന്നിട്ട് തരുമോന്ന് ചോദിക്കേ. അപ്പൊ നമ്മള് ഒരു ഗെയിമിലേക്ക് കിടക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാത്ത ഗെയിം ഒന്നും ആവില്ല. ഹു നോസ് മീ ബെറ്റർ, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം. ഓക്കെ, അതായത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ചിലപ്പോ അതൊരാളെ പറ്റിയിട്ടായിരിക്കും, ഒക്കെ ആയിരിക്കും. അപ്പൊ അതിനുള്ള ആൻസർ എഴുതാം. എന്താണ് ഒരാളെ പറ്റിയോ? ഇവര് വന്നാ മാത്രം എനിക്ക് ടാസ്ക് പറയാൻ അറിയണില്ല. അന്ന് തന്നെ കുറെ ഇതായി. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് കറക്റ്റ് ആൻസർ എഴുതിയാൽ മതി. പക്ഷെ പരസ്പരം കാണിക്കരുത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് ജിക്കോ? അതെ, ജിക്കാണോ? എന്നാ ഞാൻ തോറ്റ്. കമ്പാറ്റബിലിറ്റി ടെസ്റ്റ്, കമ്പാറ്റബിലിറ്റി. അതെ, നോക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, നോളജ് ഇല്ല. ചോദ്യം ചോദിക്കാൻ ഉത്തരം നമ്മൾ കപ്പയും മീനും അതൊക്കെ ആയിരിക്കും. ഞാനതിനെ വിചാരിച്ചു
അല്ല കുഴപ്പമില്ല, ഞാൻ ഒരാളെ പറ്റി ചോദിക്കണേ. റബേക്ക ഇപ്പൊ ഞാൻ പറഞ്ഞു റബേക്കയുടെ ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ അത് റബേക്ക എഴുതണം, നിതിൻ എഴുതണം. അങ്ങനെ പറ. ഞങ്ങൾക്ക് കണ്ണുകൾ കൊണ്ട് ഉത്തരങ്ങൾ കൈമാറാൻ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഫുൾ കണ്ണോടുള്ള തോന്നുന്നുണ്ട്. മൂന്നാമത്തെ ഒരേത്തൊക്കെ എടുത്തിട്ട് ഞാൻ കൈപിടിച്ചിട്ട് രതീഷേട്ടൻ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോ തന്നെ ദൈവമേ നന്നായിണ്ട്. വെച്ചോ ആ റേജുചേട്ടൻ മാത്രമായാലും മര്യാദക്ക് ചെയ്തത്. മറ്റേ ഫിംഗറിൽ 3 കുത്തി വെക്കും. എന്തായിരുന്നു മറ്റേ ഇഷ്ടമുള്ള ഫുഡിന്റെ കാര്യം. അതപ്പൊ ചേച്ചി തെറ്റുത്ര. അപ്പൊ ഞാനും എന്താണ് അങ്കി കൂടെ അതല്ലോ അപ്പുറത്തെ ഇതോ അങ്ങനെ അല്ലെങ്കിൽ നടക്കണല്ലേ ചേച്ചി അതല്ല അതിൽ അപ്പുറത്തെ അങ്ങനെ കുഴപ്പമില്ല. നിങ്ങളത് ഇതിപ്പോ ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവില്ല ഏത് ഷോനെ പറ്റിട്ടാ പറഞ്ഞത്. ഞങ്ങളുടെ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായിണ്ടാവുന്ന. ഓക്കെ, ആദ്യം റബേക്കയെ പറ്റിയിട്ടുള്ളതാണ് ചോദിക്കണേ. അപ്പൊ അത് രണ്ടുപേരും അങ്ങനെ എഴുതണേ. ഓക്കെ, നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം, അതായത് റബേക്കയില് ഇഷ്ടമില്ലാത്ത സ്വഭാവം. പല സ്വഭാവങ്ങളുണ്ടായിരുന്നു. ഒരു സ്വഭാവം മേ ബി ലേറ്റ് ആയിട്ട് വരിക. എനിക്ക് ഇഷ്ടമില്ലാത്ത എന്റെ സ്വഭാവം ഞാനിവിടെ എഴുതണം. അതെ, എന്താ പറയ്. ഹലോ ഇത് നിങ്ങൾ എളുപ്പമല്ല. നിങ്ങൾ വലിയ അഭിനയക്കാരായിരിക്കും. അവർക്ക് കുളിക്കുന്ന ഇഷ്ടമല്ലെന്നാണ് കാണിച്ചത്. എനിക്ക് കുളിക്കുന്ന ഇഷ്ടമല്ല. ഏത് ആദ്യത്തെ നമ്പർ 1 ഇട്ട് എഴുത്. പീ കൂട്ടി വരണടി. അടുത്ത ക്വസ്റ്റ്യൻ. മതി ഇത്ര മതി വേഗം എഴുതിട്ട്. ആ ടൈമർ ഒക്കെ ഉണ്ട് ഇതിന്. നിങ്ങൾ കടടച്ച് പോണെങ്കിലും ഞാൻ പറയാം, കഴിഞ്ഞ സ്കെഡ്യൂളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് പറഞ്ഞിട്ടെന്ന് വേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോ എന്തുണ്ടാവും? അതന്നെ മതി. ഇത്ര നിങ്ങൾ തമ്മിൽ ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ടോന്ന് എനിക്ക് അറിയണ്ടേ. ഓ മൈ ഗോഡ്. ഞാൻ റബേക്ക ഞാൻ ചീത്ത വിളിക്കട്ടോ. കഴിഞ്ഞ രാഷ്ട്രത്തെ പോലെ അല്ല. ഓക്കെ, ഇനി നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയത് എവിടെ? ഏത് പ്ലേസ്? അല്ല, പ്ലേസ് കറക്റ്റ് ആയിട്ട് എഴുതണം. രണ്ടുപേരും ഒരേ സംഭവം സ്പെല്ലിംഗിൽ എഴുതണം. അത് പിന്നെ എനിക്കുള്ള വിദ്യാഭ്യാസം നിങ്ങൾ എന്തെങ്കിലും പരസ്പരം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ പരസ്പരം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ? എനിക്ക് ഗിഫ്റ്റ് എന്താണോ? ആദ്യത്തെ ഗിഫ്റ്റ് ഇപ്പൊ റബേക്കയ്ക്ക് കൊടുത്ത ആദ്യത്തെ ഗിഫ്റ്റ് അതെവിടെ പോയി എന്തോ. ഇനി റബേക്കയ്ക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടർ. മലയാളത്തിലാണോ? മലയാളത്തിൽ എന്തോ ആയിക്കോട്ടെ, ഒരു ആക്ടർ. മലയാളത്തിലോട്ട് എഴുതിട്ടാ മതി. ഞാൻ മലയാളമാണ് കേട്ടോ, ഓൾഡ് ആണേ, എന്റെ സ്വന്തം ആളാണ്. ലൊക്കേഷനിൽ ആദ്യം എത്തണത് ആരാണ്? അത് ഡിപ്പെൻസ്. അങ്ങനെയൊന്നുമില്ല, പേരൊക്കെ എഴുതണം. ഇനി ഏറ്റവും കൂടുതൽ ഇതില് എന്താ പറയാ, മറ്റേ പിശുക്ക് ആർക്കാണ്? പിശുക്ക്. അയ്യോ, ഞങ്ങക്ക് രണ്ടുപേർക്കും പിശുക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ആർക്കാണ് വിശക്കുന്നുള്ളത് അത് എഴുതിയാ മതി. ഇനി റബേക്കയുടെ എന്താ പറയാ 4 നല്ല ഗുണങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഏത് എഴുതും? എനിക്ക് എങ്ങനെ അറിയാം റബേക്കയുടെ 4 ഗുണങ്ങള്? അല്ല, എഴുത് റബേക്ക എഴുത്. റബേക്കയ്ക്ക് അറിയാം ചിലപ്പോ നല്ല ചിരിയാണ്, നല്ല പ്ലസ്. അതിപ്പോ ഒരു ഗുണം തന്നെയാണ്. ഞാൻ അതെല്ലാം ജീവിക്കണം. പ്ലസന്റ് ആണ്, സ്പോണ്ടേനിയസ് ആണ്, അങ്ങനെയൊക്കെ പറയില്ല. പോസിറ്റീവ് ആണ്, അങ്ങനെ പറ. അങ്ങനെ 4 ഓപ്ഷൻസ്. അതൊരു ഓപ്ഷൻ, അത് എഴുതാൻ പാടില്ല. വേറെ എന്തെങ്കിലും എഴുതിക്കോ. ഓക്കെ, ഇനി ഓക്കെ. നാലെണ്ണം എഴുതാ അങ്ങോട്ട്. നോക്കാൻ പാടില്ലട്ടോ. വലിയൊരു സ്ലേറ്റ് തന്നിട്ട് ഞാന് വണ്ടി എന്നെ പറഞ്ഞാ മതിയല്ലോ. ഓക്കെ, ഇനി നിങ്ങളിൽ ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരിക? അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എന്റെ ബുക്കിലെ അപ്പുറത്ത് വര വരച്ച് 3 മതിയാ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നതാരാ നിങ്ങളില്? രണ്ടുപേർക്കും വരും, പക്ഷെ ഏറ്റവും കൂടുതൽ ആദ്യം വരുന്ന ആർക്കാണ്? ഇനി അടുത്തത് കോമഡി പറഞ്ഞിട്ട് ഏക്കാതെ പോണത് ആരാണ്? കഴിഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? റബേക്കയ്ക്ക് ഇഷ്ടമുള്ള നടൻ ആരാണ്? സീരിയൽ ജോഡി ആരാണ്? ഇതല്ലെങ്കിൽ നിന്നെ ഇടിച്ചാൻ കൊല്ലും. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് റിസൾട്ട്സ് നമ്മള് പബ്ലിഷ് ചെയ്യാൻ പോവാണ്.
IIT exam അപ്പൊ ആദ്യം റെബേക്കയ്ക്ക്, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് റെബേക്ക ആൻസർ പറയണം, എന്നിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, റെബേക്കയുടെ സ്വഭാവത്തില് ഇഷ്ടമല്ലാത്തത് എന്താണ്? എന്താണ് റെബേക്ക? അടി ഉണ്ടാക്കുന്നത്, ചൊറിയുന്നു, ദേഷ്യം ചൊറി. ദേഷ്യം ചൊറി. എന്താണത്? പിടീന്നോ? ഓക്കെ, അതിവിടുത്തെ പി പോലെ അറിയണത്. ഓക്കെ, അതുണ്ട്. ഓക്കെ, അടി ചൊറി അതിനെ ഉദ്ദേശിച്ചത്. അടി ചൊറി. എന്നാ ശരി, വലിയ മാച്ചൊന്നും ഇല്ലത്. ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചൊറിയണ സ്വഭാവം. അടി ഉണ്ടാക്കുന്നത്. Actually ഇയാളാണ് ചൊറിയുന്നത്, പിന്നെ ഞാൻ അതങ്ങനെ ഏറ്റെടുക്കണു. ഓക്കെ, എവിടെയാണ് കണ്ടുമുട്ടിയത്? ആദ്യം എവിടെയാണ്? ചിത്രാഞ്ജലി. ചിത്രാഞ്ജലി, കറക്റ്റ്. അടുത്തത് ആദ്യത്തെ ഗിഫ്റ്റ് ഇയറിംഗ്സ്. ഇയറിംഗ്സ്. അവിടെ നല്ല ഭംഗിയില് ഇതിന്റെ ഇവിടെ എന്താ അലമ്പാക്കി അത്ര വായിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട താരം ആരാണ്? മോഹൻലാൽ. റെബേക്ക. അത് അടുത്തേതാണല്ലേ. ഓക്കെ, ലൊക്കേഷൻ ആദ്യം എത്തുന്നത് റെബേക്ക. അതെന്താ ഇതിന് ലേറ്റ് ആവുന്നത്? ഞാനോ? അവക്ക് സാരി എടുക്കാൻ 15 മിനിറ്റ് വേണം, എനിക്ക് 2 മിനിറ്റ് മതി. അയാൾക്ക് ഷർട്ട് 2 മിനിറ്റ് മതി. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരും. പിന്നെ എനിക്ക് കണ്ണെഴുതണം, പൊട്ട് കുത്തണം, സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള കമ്മൽ വേണം. മേക്കപ്പ് ചെയ്താൽ ഇത്ര ചെയ്യണല്ലോ. ഞാൻ ഇവിടെ വരെ ചെയ്യണം. ശരി, ഓക്കെ. അടുത്തത് ക്യാഷ് ചെലവാക്കാൻ മടിയുള്ളത്? നിതിൻ. അത് പിശുക്കനാണപ്പോ? പിന്നെ എന്ത് റെബേക്കയ്ക്ക് അവക്ക് ഇഷ്ടം പോലെ കൊലാബുണ്ട്, എനിക്ക് കൊലാബില്ല. കൊളാബ്. കൊളാബോട് ജീവിക്കുന്ന ആൾക്കാര് നിങ്ങൾ ഒന്നും പറയരുത്. കോമഡി ആക്കണം. നമ്മള് പാവപ്പെട്ടവരിങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കായിരിക്കും. അപ്പൊ ഞാനും അമൃത ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നെ മറ്റൊരു വിളിച്ചില്ലേ, മെയില് വന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കത്തിച്ചു കയറും. നമ്മളിങ്ങനെ ഞാനും ജീവനും ആകെപ്പാട് ഇവരുടെ മെയിൽ ഇവർ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും സാധനം മേടിക്കുമ്പോ അതിന്റെ അകത്ത് മെയിൽ ഐ ഡി ചോദിക്കൂല. ആ മെയിൽ ഐ ഡി അടിച്ചു നോക്കുമ്പോ ബില്ല് വരാൻ വേണ്ടി മാത്രം മെയിൽ ഐ ഡി. ഞങ്ങള് മെയിൽ ഐ ഡി ഏതെങ്കിലും കൊളാബ് വന്നിട്ടുണ്ടോ നോക്കി വേണ്ടി നമ്മള് മെയിൽ വരാറില്ലല്ലേ കൊളാബ്? ഞങ്ങൾക്ക് വരാറുണ്ട്, ഞങ്ങൾക്ക് പക്ഷെ കാശൊന്നും കിട്ടാറില്ല. എന്ത് കൊളാബ് വരാറ്? ഇഷ്ടം പോലെ വരാറുണ്ട്. എന്താ ഡ്രസ് അങ്ങനെ മണ്ടോട്ട്. അതാണ്. ഓക്കെ, അല്ല അങ്ങനെയല്ല, നമ്മള് മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അത് ശരിയാ. അതില് സീരിയലിന് പൈസ കിട്ടണില്ലേ? അത് മതി. ഞങ്ങളുടെ മറ്റേ നമുക്കുള്ളത് മറ്റേ എക്സ്ട്രാ ആണെന്നാണ് പറയണത്. അതൊക്കെ കഴിവും ഭംഗിയുള്ളവർക്ക് മാത്രമേ വരുള്ളൂ. ഞങ്ങള് ഞാൻ പറയും, അത് ഞാൻ പറയില്ല, അത് ഞാൻ യോജിക്കുന്നതല്ല. ഞാൻ പറഞ്ഞ കൂടി പോകുകൊണ്ട് പറയുന്നില്ല. അന്ന് ഞാൻ കേട്ടത് എനിക്ക് വയ്യ. ഓക്കെ, അടുത്തത് റെബേക്കയുടെ എന്തിട്ടാ ചോദിച്ചത് നമ്മള്? 4 ഗുണങ്ങൾ. ഞാൻ പോസിറ്റീവ് ആണ്, ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആണ്, ഡിസിഷൻ മേക്കർ. പോസിറ്റീവ് ഡിസിഷൻ മേക്കർ, ഡ്രൈവ് ചെയ്യും. പിന്നെ ഇത് നോക്കിട്ട് എഴുതിയത്, നിങ്ങൾ തല തിരിച്ച് എഴുതി അത്ര തന്നെ. നിങ്ങൾ എനിക്ക് നിങ്ങൾ നന്നായിട്ടേ ഇത് നോക്കിയിട്ട് ഞാൻ നോക്കി എഴുതിയിട്ടില്ല. ഞാൻ എന്റെ കൂടെ ഇങ്ങനെ ഞാൻ ഇയാളുടെ നോക്കിയെഴുതുള്ളത്. ഇനി എന്റെ കണ്ണങ്ങോട്ടെങ്കിലും പോയോ? ഇവളെന്താ അറിയോ, ഇവളെല്ലാം ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിരിക്കും. ഇപ്പൊ ഒരു കാര്യം ഇങ്ങനാണ് അങ്ങനാണ് ഭയങ്കര ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിളി പോയാലൊക്കെ ഇങ്ങനെ ഭയങ്കര, പക്ഷെ അൾട്ടിമേറ്റ്ലി അതിനൊരു സൊല്യൂഷൻ അവളുടെ കയ്യിലുണ്ടാവും. ഞാനൊക്കെ കിളി പോയാലിരിക്കുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു, അങ്ങനല്ല. ഒരു 2 മിനിറ്റ് 3 മിനിറ്റത്തേക്ക് ഡബിൾ കോർ പ്രൊസസർ പോലെയാണ് ഞാൻ. ലൈക്ക് അവിടെ വരുമ്പോ ഞാൻ അഭിനയിക്കും. ഡബിൾ കോർ പ്രൊസസർ, ഡബിൾ അവിടെ വരുമ്പോ അഭിനയിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയായിരിക്കും. അതിനെ ഉദ്ദേശിച്ചത്. ഡ്രൈവിംഗ് നിതിനെക്കാളും നന്നായി ഡ്രൈവ് ചെയ്യാൻ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രാവശ്യം കൊച്ചി ടു ട്രിവാൻഡ്രം ടു കൊച്ചി 3 മണിക്കൂറിൽ. അന്നൊക്കെ ആരോ എസ്കേപ്പ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോ, ഇങ്ങോട്ട് നോക്കണ്ട, റോട്ടിലേക്ക് നോക്കണ്ട, നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ എറണാകുളത്ത് എത്തുമ്പോ ഞാൻ വിളിക്കാം. അത്രയും നല്ല ഡ്രൈവറാണ്. അതിൽ ഏറ്റവും കോമഡി എന്താ അറിയോ, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുവിടണം, തൃശ്ശൂർ കൊണ്ടുവിടണം. തൃശ്ശൂരും എത്തി 4:30 മണിക്കൂർ തൃശ്ശൂർ. സ്പീഡായിട്ട് ഓടിക്കുക. തിരിച്ച് തൃശ്ശൂരിൽ നിന്ന് ഞാൻ കൊച്ചി വരെ എത്താനായിട്ട് വീണ്ടും എടുത്തൊരു 3 മണിക്കൂർ. ഞങ്ങള് പറയേ പുള്ളി ഞാനും ട്രിവാൻഡ്രത്ത് ഒരുമിച്ചിറങ്ങും. ഞാൻ ട്രിവാൻഡ്രത്ത് എത്തുമ്പോ പുള്ളി എറണാകുളത്ത് എത്തും. ഞാൻ തൃശ്ശൂർ എത്തുമ്പോ പുള്ളി എറണാകുളത്ത്. കാരണം എന്റെ വീട്ടിലൊരു കൊച്ചുണ്ട്, ഞാൻ തിരിച്ചെല്ലുമ്പോഴേക്കും അവനോട് നോക്കിയിരിക്കും. ഓക്കെ, അടുത്തത് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാണ്? നിതിൻ. നിതിനാണ് ദേഷ്യോളി. ദേഷ്യോളിയോ? അല്ല, നിതിൻ കോമഡി ഓളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ
നിതിന് ആക്ച്വലി ആദ്യം ദേഷ്യം വരും. അപ്പൊ ഞാൻ ഇതിനോട് പറയുന്നത് നിതിനെ പതുക്കെ, നിതിൻ പതുക്കെ പറയൂല. അപ്പൊ അടുത്തത് ഇത്രയാണ് ലെവൽ എന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് ഇച്ചിരി കൂടും, കൂടി അപ്പൊ ഇനി എനിക്ക് ദേഷ്യം വരും. അവസാനം പിന്നെ ഞാനും കൂടും. നിങ്ങൾ സെറ്റിൽ അടി ഉണ്ടാക്കാറുണ്ടോ? ആരും മൈൻഡ് ചെയ്യില്ല ഇപ്പൊ. പണ്ടൊക്കെ അടി ഉണ്ടാക്കി ആരെങ്കിലും മൈൻഡ് ചെയ്യും. ഇപ്പൊ ആരും എന്തിനും നിങ്ങൾ അടി ഉണ്ടാക്കാറ്? വെറുതെ പറയട്ടെ. ഏറ്റവും ആദ്യം ആരും അടി പൊട്ടിക്കണത്? അതെ, ഡിപ്പെൻസ്. പക്ഷെ അടി ഉറപ്പാണല്ലേ? ഈ സ്കെഡ്യൂളിൽ എന്താ അടിയായിരുന്നു ലാസ്റ്റ്? ഈ പ്രാവശ്യം മൊത്തത്തിൽ അടിയായിരുന്നു. അവസാന ദിവസം മാത്രം അടി ഉണ്ടാക്കാതിരുന്നുള്ളൂ. വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇയാളെ ചൊറിയാൻ വന്നു. ഓക്കെ, ഇനി കോമഡി പറഞ്ഞിട്ട് പാളി പോയത് നിതിൻ. എന്നിട്ട് ഞാൻ അയാളോട് താനിപ്പോ എന്തിനാ ഇയാൾ കോമഡിയാണ് പറയാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഞാൻ ചോദിക്കാം, താൻ എന്തിനാ ഇതൊക്കെ ഇവിടെ പറഞ്ഞത്? എടി ഞാൻ ഒരു കോമഡി പറഞ്ഞത്. ആ നന്നായിരിക്കുന്നു, പറഞ്ഞത് നന്നായി. ഓക്കെ, ഇനി അടുത്തതാ. ഓ, ഇഷ്ടപ്പെട്ട കോംബോ ആരാണെന്നാണ് അടുത്ത ചോദിച്ചത്. അർജുൻ പൂജ. ഭയങ്കര ഡിപ്ലോമസി. ഞാൻ ഈ റൗണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. വേണമെങ്കിൽ ടൈറ്റിൽ ഇട്ടോ, ഇനി ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രൊജക്ട് ഉണ്ടാവില്ല. വേണമെങ്കിൽ ടൈറ്റിൽ ഇട്ടോ. നിതിനും റബേക്കയും എന്താ പറയാ അവർ പിരിഞ്ഞോ? ഓ മൈ ഗോഡ്, നമുക്ക് മറ്റേ സാധനം ഇടിവെട്ട് സാധനമൊക്കെ അത് തന്നെ കൊടുക്കണം ക്യാപ്ഷൻ. കൊടുക്കാട്ടോ. എന്നിട്ടാണ് ഞങ്ങൾക്ക് അടുത്ത സീരിയൽ ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ഇപ്പഴാ തുടങ്ങും. മതി, ഇതിർത്ത് എൻഡ് ഓഫ് സ്റ്റോറി മതി. അത് മാച്ച് കളഞ്ഞ പിള്ളേരെ മൈലാഞ്ചിയുടെ ഡിസൈനും ഒക്കെ വരച്ചു നോക്കി. എന്റെ ബോർഡ് കാണാൻ എന്ത് ഭംഗിയുണ്ട്, നല്ല ഭംഗി. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.